ഇപിയുടെ പേരിലുള്ള പുസ്തക വിവാദത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം തുടങ്ങി. ഇപി ജയരാജൻ, ഡിസി രവി, ഡിസി ബുക്സ് ജീവനക്കാർ എന്നിവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഇപി പുസ്തകമെഴുതാൻ ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകന്റെയും മൊഴിയെടുക്കും. ഇപി ജയരാജന്റെ പേരിലുള്ള പുസ്തക വിവാദത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും മൊഴിയെടുപ്പിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടതുണ്ട്. ഇപി ജയരാജൻ, ഡിസി രവി, ഡിസി ബുക്സ് ജീവനക്കാർ എന്നിവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപി പുസ്തകം എഴുതാൻ ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകന്റെയും മൊഴിയെടുക്കും. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, വീണ്ടും അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? അമൃത, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DGP മടക്കിയതിന് പിന്നാലെയാണ് പുനരന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് DGPയുടെ നിർദ്ദേശം. അതിന് പ്രകാരമാണ് വീണ്ടും ഇപി ജയരാജന്റെയും DC രവിയുടെയും DCയിലെ ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുക. കൂടാതെ ഇപി ജയരാജൻ പറഞ്ഞത് താനൊരു പുസ്തകം എഴുതാൻ ഒരു മാധ്യമപ്രവർത്തകനെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ്. ഈ മാധ്യമപ്രവർത്തകന്റെയും മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും ആദ്യ വസ്തുതാ വിവരണ റിപ്പോർട്ടിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശമാണ് DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PDF എങ്ങനെ ചോർന്നു, ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് DGPയുടെ നിർദ്ദേശം. സ്വാഭാവികമായും ഇത് പോലീസിന് വലിയ തലവേദനയാണ്. കാരണം ഈ മറ്റ് കേസുകളിലെന്ന പോലെ ഒരു ചോദ്യം ചെയ്യൽ നടപടികൾ, പ്രത്യേകിച്ച് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുമുള്ള പ്രതിസന്ധിയുണ്ട്. കൂടാതെ സ്വാഭാവികമായ രീതിയിൽ ഒരു മൊഴിയെടുക്കലോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കലോ സാധ്യമല്ല. പ്രധാനമായും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെയും വഴിവെക്കുമെന്നുള്ളൊരു തലവേദനയും പോലീസിന് മുമ്പിലുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് DGP നേരത്തെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ റിപ്പോർട്ട് മടക്കിയത്. ഈ സാഹചര്യത്തിലാണ് പുനരന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ പോലീസ് ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. അമൃത. ശരി ജോസി.